ശ്രീ വി ജോയ്. സർ, കിഫ്ബി വഴി ആധുനിക മാർക്കറ്റുകൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധയാകർഷിച്ചതും പ്രത്യേകതകൾ നിറഞ്ഞതുമാണ്. ചോദ്യം, മത്സ്യത്തൊഴിലാളികൾക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അതിനെ സംബന്ധിച്ചൊന്ന് വിശദീകരിക്കാമോ? സർ, കേരളത്തിന്റെ ചരിത്രത്തിൽ 40 വർഷമായി കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ആഗ്രഹിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേമ പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കിയത്. ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടി 2026 ജനുവരി 25 തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സാർ, 67,440 പേർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. 15.85 കോടി രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. 40 വർഷം മുമ്പ് അടച്ച 20 രൂപ മുതൽ 2000 രൂപയുള്ള എല്ലാ തൊഴിലാളിക്കും 2500 രൂപ വീതം കൊടുക്കുന്ന ഏറ്റവും വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പദ്ധതിയാണ് ഗവൺമെന്റ് നടപ്പാക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ മത്സ്യബന്ധന യാനങ്ങളുടെ കാലാവധി നീട്ടി നൽകുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ നീട്ടി നൽകുന്നതിന് നടപടി സ്വീകരിക്കുമോ? ഇതിനായി സാങ്കേതിക യോഗ്യതയുള്ളവരെ നിയമിക്കുകയോ മറ്റു കാര്യങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 1756 യന്ത്രവൽകൃത യാനങ്ങളും 8197 പരമ്പരാഗത യാനങ്ങൾ ഉൾപ്പെടെ 9953 യാനങ്ങളാണുള്ളത്. സർ, 12 വർഷം കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഫിറ്റ്നസ് പുനഃപരിശോധിക്കാൻ കഴിയാത്തൊരു സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ മാറ്റിയപ്പോൾ ആ ഫിറ്റ്നസ് പുനഃപരിശോധിച്ച് 23 സർവേയർമാർ ഇപ്പോൾ എംപാനൽ ചെയ്തിട്ടുണ്ട്. ഈ സർവേയർമാർ 2 മാസം കൊണ്ട് മുഴുവൻ യാനങ്ങളും പരിശോധിച്ച് ആ യാനങ്ങൾ കുഴപ്പമില്ലാത്തതാണെങ്കിൽ അതിന് വീണ്ടും അംഗീകാരം നൽകുന്ന തീരുമാനം, അതും സുപ്രധാനമായ തീരുമാനം ഗവൺമെൻറ് എടുത്തിട്ടുണ്ടെന്ന് അറിയിക്കാനാണ്.